സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 9. നിരയൊപ്പിച്ച് നട്ടുവളർത്തിയ യൂക്കാലിപ്സ് മരങ്ങൾ. യൂക്കാലിത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡ് തീരുന്നിടത്ത് ഗേറ്റും വലിയ മുറ്റവും ഇരുനില വീടും. ഇതാണ് ശാന്തമ്പാറ ശശിയുടെ വീട്. യോഹന്നാൻ അടക്കിയ സ്വരത്തിൽ നരേന്ദ്രനോട് പറഞ്ഞു. ഗേറ്റിൻ്റെ ഓടാമ്പൽ നീക്കി അവർ വീട്ടുവളപ്പിലേക്ക് പ്രവേശിച്ചു. കാർ പോർച്ചിൽ ഒരു ബൊലീറോ ജീപ്പ് കിടപ്പുണ്ട്. യോഹന്നാൻ സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു. നരേന്ദ്രൻ മുറ്റത്ത് തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് വന്നു. കറുത്തു തടിച്ച കൊള്ളനായൊരു മനുഷ്യൻ. ശാന്തമ്പാറ ശശി. യോഹന്നാനെ കണ്ട അയാൾ ചിരിച്ചു. എന്താ യോഹന്നാനെ ഈ വഴിയൊക്കെ? കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. ശശി മുറ്റത്ത് നിൽക്കുന്ന നരേന്ദ്രനെ നോക്കി. അതാരാ കൂടെ വന്നിരിക്കുന്നത്? എൻ്റെ പരിചയക്കാരനാ, പേര് നരേന്ദ്രൻ. യോഹന്നാൻ നരേന്ദ്രനെ കൈകാട്ടി വിളിച്ചു. നരേന്ദ്രൻ സിറ്റൗട്ടിലേക്ക് കയറി. അങ്ങോട്ടിരിക്കുക. ശശി സെറ്റി ചൂണ്ടിക്കാട്ടി. യോഹന്നാനും നരേന്ദ്രനും ഇരുന്നു. ശശി കസേരയിലും. ചേട്ടനോടൊരു സഹായം ചോദിക്കാൻ വന്നതാ, യോഹന്നാൻ പറഞ്ഞു. ഇവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. എന്തു പണി? മലയിലെ പണി കൊടുത്താൽ മതി. ഇവന് കുറച്ച് രൂപയുടെ അത്യാവശ്യമുണ്ട്. അതൊന്നും സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ചുമട് ചുമക്കണം, നല്ലപോലെ അധ്വാനിക്കണം. നാടും വീടും ഒന്നുമില്ലാതെ കഴിയേം വേണം. അങ്ങനത്തെ പണിയാ വേണ്ടത്. ചെയ്തോളും, വിശ്വസ്തനാ. അത് മനസ്സിലായി. യോഹന്നാൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ എനിക്കറിയാമല്ലോ. ശശി നരേന്ദ്രനെ അടിമുടി നോക്കി. ഇവന് പണിയൊക്കെ അറിയാവോ? ചെയ്തോളും. ദിവസം 200 രൂപ വെച്ച് കൂലിയും ചെലവിനുള്ള സാധനങ്ങളും. പറ്റുമോ? ചേട്ടൻ്റെ ഇഷ്ടം. ശരി, മറ്റന്നാൾ ഇങ്ങോട്ട് വാ. അതിരാവിലെ പോരണം. പണിക്കാർ പോകുന്നുണ്ട്. ആ കൂടെ വിട്ടേക്കാം. ശരി, എന്നാൽ ഞങ്ങൾ സമയം കളയുന്നില്ല. യോഹന്നാൻ എഴുന്നേറ്റു. അഡ്വാൻസ് വല്ലതും വേണോ? 10 or 500 കൊടുത്താൽ കൈലിയും തോർത്തുമൊക്കെ മേടിക്കായിരുന്നു. യോഹന്നാൻ പറഞ്ഞു. അതൊന്നും ഇല്ലേ? ജയിലിലായിരുന്നു 5 കൊല്ലം. ഇന്നലെ ഇറങ്ങിയത്. നരേന്ദ്രൻ ഒരു സാധാരണ കാര്യമെന്ന മട്ടിൽ പറഞ്ഞു. ശശിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. എന്തായിരുന്നു കേസ്? കള്ളപ്പാറ്റും വിൽപ്പനയും. അപ്പോൾ പയറ്റി തെളിഞ്ഞതല്ലേ? എവിടുത്തുകാരനാ? കീഴില്ല, മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്ക്. അവിടെ നിന്നില്ല, ഞാനിപ്പോൾ വരാം. ശശി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. 5 100 രൂപ നോട്ടുകളുമായി മടങ്ങി വന്നു. അത് നരേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. യോഹന്നാനെ വിശ്വസിച്ചാൽ തരുന്നേ. മറ്റന്നാൾ രാവിലെ എത്താം. യോഹന്നാനും നരേന്ദ്രനും യാത്ര പറഞ്ഞിറങ്ങി. മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്റർ കോവിലൂർ. കോവിലൂരിൽ നിന്ന് 6 കിലോമീറ്റർ ചിലന്തിയാർ. ജീപ്പ് ചിലന്തിയാർ എന്ന സ്ഥലത്തെത്തി. കുഞ്ഞുമോൻ ജീപ്പിൽ നിന്നിറങ്ങി. വണ്ടി ഇവിടം വരെയുള്ളൂ, ഇറങ്ങി വാ. കുഞ്ഞുമോൻ നരേന്ദ്രനോട് പറഞ്ഞു. നരേന്ദ്രനും ഇറങ്ങി. ചുറ്റുപാടുകൾ നോക്കി. കടകളും വീടുകളുമുള്ള സ്ഥലം. ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ അങ്ങ് എത്താൻ പറ്റത്തില്ല, കുഞ്ഞുമോൻ പറഞ്ഞു. ചായക്കടയിൽ നിന്ന് ബീഡി പുകച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി വന്നു. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കുഞ്ഞുമോൻ അയാളുടെ തോളത്തടിച്ചു. ഞാൻ രാവിലെ ഇങ്ങ് പോന്നു. നിങ്ങൾ എന്നാ താമസിച്ചേ? പുതിയ ഒരുത്തനും കൂടെ ഉണ്ട്. കുഞ്ഞുമോൻ നരേന്ദ്രനെ നോക്കി. നരേന്ദ്ര, ഇത് തങ്കച്ചൻ, നമ്മുടെ കൂട്ടുപണിക്കാരനാ. തങ്കച്ചനും നരേന്ദ്രനും പരസ്പരം നോക്കി ചിരിച്ചു. ചുമക്കുവോ? ചുമക്കാം. അവർ ചായക്കടയിൽ കയറി പുട്ടും കടലക്കറിയും കഴിച്ചു. പിന്നെ ഈ 2 മുട്ട പുഴുങ്ങിയതും. അത് കഴിഞ്ഞ് ഓരോ ബീഡിയും വലിച്ച ശേഷം ജീപ്പിനടുത്ത് വന്നു. ജീപ്പിൽ നിന്ന് ലോഡ് ഇറക്കി. കറുപ്പയ്യൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ബാക്കി 3 ചുമടായി കെട്ടി. 1000കണക്കിനടി നീളമുള്ള പ്ലാസ്റ്റിക് ഹോസ് പൈപ്പുകൾ. വളം, അരി, ചെറുപയറും വൻപയറും, ഉണക്കമീൻ, ബീഡി, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, മല്ലിപ്പൊടി, മുളക് പൊടി തുടങ്ങിയ സാധനങ്ങളാണ് ഓരോരുത്തരുടെയും ചാക്കുകെട്ടുകളിൽ. കെട്ടെടുത്ത് പൊക്കി തലയിലേറ്റിയപ്പോൾ നരേന്ദ്രന് തോന്നി, ഈ ഭാരം എത്ര നിസാരം. ഇതിനാണോ ഇത്ര വലിയ തയ്യാറെടുപ്പുകൾ? ജീപ്പ് ശാന്തമ്പാറയിലേക്ക് തിരിച്ചുപോയി. നടക്കാം, കുഞ്ഞുമോൻ പറഞ്ഞു. അയാൾ മുമ്പേ നടന്നു. പിമ്പേ തങ്കച്ചൻ, ഏറ്റവും പിറയിൽ നരേന്ദ്രൻ. 3 കിലോമീറ്ററോളം ജീപ്പ് റോഡ് ഉണ്ടായിരുന്നു. ചിലന്തിയാർ മുറിച്ചു കടന്ന് അക്കരെ എത്തിയതോടെ നടപ്പുവഴി മാത്രമായി. പുല്ല് മൂടിയ വഴുത്താര, പുൽമേടുകൾ, ഒന്നിനു പുറകെ ഒന്നായി മൊട്ടക്കുന്നുകൾ. ഭാരം എന്നാൽ എന്താണെന്ന് നരേന്ദ്രൻ തിരിച്ചറിയുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി അവർ പോയിക്കൊണ്ടിരുന്നു. ചെങ്കുത്തായ ഇറക്കം. വഴുത്താര വളഞ്ഞു പുളഞ്ഞ ഒരടയാളം മാത്രമാണ്. ഇരുവശത്തും 1.5 ആൾ പൊക്കത്തിൽ പുൽപ്പന്തകൾ, കിഴക്കാന്തൂക്കായ പാറക്കെട്ടുകൾ. വഴിക്ക് ഒരു പാദം വയ്ക്കാനുള്ള വീതിയേ ഉള്ളൂ. സൂക്ഷിച്ച് തങ്കച്ചൻ കൂടെ നരേന്ദ്രനെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. കാലൊന്നിടറിയാൽ 1000 or 2000 അടി താഴ്ചയിലേക്ക് പോകുന്ന ഒരു നിലവിളിയുടെ ഒച്ച മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഒന്നുമില്ല. ഞങ്ങളങ്ങ് നടന്നു പോകും. നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാ.
ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ പോലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. മുതുകിൽ 30 കിലോ ഭാരമില്ല, 300 കിലോ. തോളിലെയും പിടലിയിലെയും ഞരമ്പുകൾ കമ്പി പോലെ വലിഞ്ഞു നിൽക്കുന്നു. പുറത്തെയും നെഞ്ചിലെയും പേശികൾ കഴച്ചു പൊട്ടുന്നു. കാൽവണ്ണങ്ങളിലെയും തുടയിലെയും മസിലുകൾ പന്നിയലികളെ പോലെ കിടന്ന് പിടയ്ക്കുന്നു. ഇത് ഏത് നരകത്തിലേക്കുള്ള യാത്രയാണ്? മനുഷ്യവാസമുള്ള ഒരു സ്ഥലവും കാണാനില്ല. അനന്തമായ പുൽമേടുകളും പാറക്കെട്ടുകളും മാത്രം. ചായക്കടയിൽ നിന്ന് കഴിച്ച പുട്ടും കടലയും പുഴുങ്ങിയ മുട്ടയും ആവിയായി കഴിഞ്ഞിരുന്നു. ദാഹിച്ചിട്ട് വിയർപ്പ് നുണഞ്ഞു കുടിക്കാൻ തോന്നുന്നു. അല്പം നിരപ്പായ ഒരു സ്ഥലത്തെത്തി അവർ കെട്ടുകൾ താഴ്ത്തി. ഭാരമിറക്കി കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ വേച്ചുപോയി. ഒരു കാറ്റടിച്ചാൽ താനൊരു കച്ചിത്തുരുമ്പ് പോലെ പറന്നു പോയേക്കുമെന്ന് അവന് തോന്നി. അവൻ പാറപ്പുറത്തേക്കിരുന്നു. മടുത്തുപോയോ? കുഞ്ഞുമോൻ നരേന്ദ്രനെ നോക്കി പരിഹാസ ചിരിയോടെ ചോദിച്ചു. നരേന്ദ്രന് മിണ്ടാൻ ത്രാണി ഉണ്ടായില്ല. കുറേ വെള്ളം കുടിച്ചിട്ട് അവൻ ചോദിച്ചു, എത്താറായോ? അയ്യോ, പകുതി പോലും ആയില്ലല്ലോ. തങ്കച്ചൻ ഭക്ഷണപ്പൊതികൾ എടുത്ത് നിവർത്തി. ഒരു പൊതി നരേന്ദ്രന് കൊടുത്തു. ഇത് വിശ്രമസ്ഥലമാ, വട്ടക്കുഴിയെന്ന് പറയും, കുഞ്ഞുമോൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വിശ്രമിച്ച ശേഷം അവർ ചുമലിൽ ഭാരമേന്തി വീണ്ടും കിഴക്കാന്തൂക്കായ പാറകെട്ടുകൾക്കിടയിലൂടെയുള്ള യാത്ര. കിലോമീറ്ററുകൾ. അവസാനിക്കാത്ത പുൽമേടും മലകളും. താഴേക്ക് നോക്കിയാൽ അഗാധമായ കൊക്കയുടെ വക്കിലാണ് നിൽക്കുന്നതെന്ന് തോന്നും. മുകളിലേക്ക് നോക്കിയാൽ ആയിരക്കണക്കിനടി മുകളിൽ ഭണം വിടർത്തിയ പോലെ നിൽക്കുന്ന പാറക്കെട്ടുകൾ. ഏത് നിമിഷവും ഇടിഞ്ഞു വീണേക്കുമെന്ന പോലെ തോന്നി. നരേന്ദ്രൻ്റെ കാലുകൾ വിറച്ചു തുടങ്ങി. ഇതിനൊരവസാനമില്ലേ? സഹികെട്ടവൻ ചോദിച്ചു. പിന്നെ ഇല്ലേ, കുഞ്ഞുമോൻ ചിരിയോടെ പറഞ്ഞു. 15 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടെന്ന് നരേന്ദ്രന് തോന്നി. ഉച്ചയ്ക്ക് മുകളിൽ നിന്ന് സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുകയാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ചെറിയ കൃഷിയിടങ്ങൾ കണ്ടു തുടങ്ങി. പണിക്കാർ താമസിക്കുന്ന ടെൻറ്റുകളും ചെറുതും വലുതുമായ കഞ്ചാവ് തോട്ടങ്ങൾ. ഒന്ന് നിൽക്കണേ, നരേന്ദ്രൻ നിലവിളിക്കും പോലെ പറഞ്ഞു. കുഞ്ഞുമോനും തങ്കച്ചനും തിരിഞ്ഞു നോക്കി. എലിവില്ലിനകത്ത് കാല് കുരുങ്ങിപ്പോയതുപോലെ നിൽക്കുകയാണ് നരേന്ദ്രൻ. അതികഠിനമായ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞിരിക്കുന്നു. കുഞ്ഞുമോന് കാര്യം മനസ്സിലായി. അയാൾ തൻ്റെ ചുമട് താഴെ ഇറക്കിയ ശേഷം നരേന്ദ്രൻ്റെ ചുമടും പിടിച്ചിറക്കി. കെട്ടഴിച്ചു. ജാറിൽ നിന്ന് അല്പം മണ്ണെണ്ണ കൈവെള്ളയിലേക്ക് ഊറ്റിയെടുത്തു. കുഞ്ഞുമോൻ നരേന്ദ്രൻ്റെ വലതു കാൽവണ്ണ അമർത്തി തിരുമ്മി. മുകളിലെ പാറയിടുക്കിൽ നിന്നൊരു കൂക്കുവിളി കേട്ടു. തങ്കച്ചൻ തിരിച്ചു കൂവി. 2 പേർ പാറയിടുക്കിലൂടെ ഇറങ്ങി വന്നു. എന്നാ പറ്റിയതാ? അവരിൽ ഒരാൾ ചോദിച്ചു. കാലേ മസിൽ കയറിയതാ. പുതിയ ആളാണോ? ആ, വേണേ ശകലനേരം ഇരുന്നേച്ച് വയ്ക്കൂ. കെട്ടുകൾ അവിടെ വെച്ചിട്ട് അവർ മറ്റേ 2 പേരോടുമൊപ്പം പാറയിടുക്കിലൂടെ കൃഷിയിടത്തിലേക്ക് കയറി. കാറ്റിന് കഞ്ചാവിൻ്റെ മണം. ചുറ്റോട് ചുറ്റും തഴച്ചു നിൽക്കുന്ന കഞ്ചാവ് ചെടികൾ. ടാർപോളിൻ കൊണ്ട് വലിച്ചു കെട്ടിയ ടെൻറ്റ്. തല കുനിച്ചവർ ടെൻറ്റിലേക്ക് കയറി. അടുപ്പത്തിരിക്കുന്ന അരിക്കലത്തിൽ പതയോടെ ചോറ് കിടന്ന് വെട്ടി തിളയ്ക്കുന്നു. കഞ്ഞി വെന്തില്ലേടോ ഷാജി? കുഞ്ഞുമോൻ ചോദിച്ചു. വേവായി വരുന്നു. കുഞ്ഞുമോൻ ഒരു പിഞ്ഞാണമെടുത്ത് കഴുകി. വെട്ടിത്തിളയ്ക്കുന്ന കഞ്ഞി തവി കൊണ്ട് കോരിയെടുത്തു. അത് നരേന്ദ്രൻ്റെ നേർക്ക് നീട്ടി. കഞ്ഞിയുടെ ആവി നരേന്ദ്രൻ്റെ മുഖത്തടിച്ചു. എന്തൊരാസ്വാദ്യകരമായ ഗന്ധം! ആർത്തിയോടെ അവൻ ആ ഗന്ധം നുകർന്നു. പയറ് പുഴുങ്ങിയത് ഇരിപ്പുണ്ട്. ഷാജി പയറുപാത്രം എടുത്ത് കൊടുത്തു. പിന്നെ ഉണക്കമീൻ എടുത്ത് കഴുകി അടുപ്പിലെ തീക്കനിൽ ഇളക്കി അതിൻ്റെ മീതെ വെച്ച് ചുട്ടു. വായും നാക്കും തൊണ്ടയും പൊള്ളിക്കുന്ന കഞ്ഞിയും പയറും കനലിൽ ചുട്ടെടുത്ത മീനും. സദ്യ. ഉടനെ റെയ്ഡ് വല്ലതും നടക്കുമോ കുഞ്ഞുമോനെ? ഷാജി ചോദിച്ചു. ഒന്നും കേട്ടില്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിവരുടെ മോന്മാർ 2 തോട്ടം വെട്ടി തീയിട്ടേച്ച് പോയത്? ജോണിയുടെ സോമൻ്റെയും തോട്ടം. അവന്മാർ തിരിച്ചു പോയോ? എവിടുന്ന്? അവന്മാർ തോട്ടം ഒന്നുകൂടെ കിളച്ചൊരുക്കി പുതിയ അരി പാകി. 3 പേരും കഞ്ഞി കുടിച്ച് എഴുന്നേറ്റു. അവർ വീണ്ടും ചുമട് മുതുകിലേറ്റി നടപ്പ് തുടങ്ങി. ചെങ്കുത്തായ ഇറക്കങ്ങൾ, ഇടയ്ക്കിടെ കൃഷിയിടങ്ങൾ, ടെൻറ്റുകൾ. ഈ സ്ഥലത്തിനെന്താ പേര്? നരേന്ദ്രൻ ചോദിച്ചു. കമ്പക്കല്ല്. അങ്ങ് അഗാധതയിലൂടെ ഒഴുകുന്ന ചിലന്തിയാറ്റിലെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കേട്ടു തുടങ്ങി. അക്കരെ നീലനീലമായ മലങ്കെട്ടുകൾ, ചോലകളിൽ കാറ്റത്തുലയുന്ന മുളങ്കൂട്ടങ്ങൾ. അവിടെയും ഇടയ്ക്കിടെ കഞ്ചാവ് കൃഷിയിടങ്ങൾ. ചില കൃഷിസ്ഥലങ്ങളിൽ നിന്ന് പുക ഉയരുന്നു. ഇത് ഭൂമിയുടെ അറ്റമാണെന്ന് നരേന്ദ്രന് തോന്നി. ഇത്തരത്തിലൊരു പ്രദേശം ലോകത്തുണ്ടെന്ന് വിശ്വസിക്കാനേ പ്രയാസം. ദാ കാണുന്നതാണ് കാവേരിയാറ്. തങ്കച്ചൻ അകലേക്ക് വിരൽ ചൂണ്ടി. വീണ്ടും ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം കൂടി നടന്നു. ഒരു പാറക്കെട്ട് കയറി നിരപ്പായ സ്ഥലത്തെത്തി. പടുകൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു തളിക കമഴ്ത്തി വെച്ചതുപോലെ കിടക്കുന്ന സ്ഥലം. കുറേ ഭാഗം കിളച്ചൊരുക്കി വിത്തിടാൻ പാകത്തിലാക്കിയിരിക്കുന്നു. ടാർപോളിൻ വലിച്ചു കെട്ടിയുണ്ടാക്കിയ ടെൻറ്റിനപ്പുറത്ത്
കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു പാറക്കെട്ടിന് മീതെ ഇരുന്ന് ഒരാൾ കൂക്കി വിളിച്ചു, കുഞ്ഞുമോനെ പൂഹോയ്. കുഞ്ഞുമോൻ തിരിച്ചു കൂവി, പൂഹോയ്. അവർ ടെൻറ്റിനരികെ എത്തിയപ്പോഴേക്കും പാറക്കെട്ടിന് മുകളിൽ ഇരുന്നയാൾ ഇറങ്ങി വന്നു. ഇതേതാ ചരക്ക്? അയാൾ കുഞ്ഞുമോനോട് ചോദിച്ചു. പുതിയ പണിക്കാരനാ നരേന്ദ്രൻ. നരേന്ദ്ര, ഇത് ഡാനി, നമ്മുടെ കൂട്ടുപ്രതിയാ. നരേന്ദ്രൻ കൈ നീട്ടി. ഡാനിയും കൈ നീട്ടി. ഭൂമിയുടെ അറ്റത്ത് വെച്ചൊരു ഹസ്തദാത. ഡാനി നരച്ചുപോയൊരു ജീൻസാണ് ധരിച്ചിരുന്നത്. ഷർട്ട് ഇട്ടിട്ടില്ല. വിയർത്ത വിരിമാറിൽ വടിവാളിന് വെട്ടേറ്റ പോലെ നീളത്തിൽ 2 പാടുകൾ. കൊളംബിയക്കാരൻ ഗോളി ഹിഗ്ഗിറ്റിയുടേതുപോലുള്ള നീണ്ടു ചുരുണ്ട സ്പ്രിംഗ് പോലെയുള്ള മുടി. സ്ത്രീകളുടേതുപോലുള്ള പുരുകങ്ങൾക്ക് താഴെ ചെറിയ കണ്ണുകൾ. കാക്ക നോക്കുന്നത് പോലെയാണ് അവൻ നോക്കുന്നതെന്ന് നരേന്ദ്രന് തോന്നി. ചതുരവടിവിലുള്ള 6 പേശികൾ അവൻ്റെ വയറിന് മീതെ തെളിഞ്ഞു തിളങ്ങി. പൊക്കിൾച്ചുഴിയുടെ ഇടതുവശത്തൊരു കടാര കയറിപ്പോയതുപോലെയുള്ള വടു. നരേന്ദ്രൻ്റെ മുതുകിൽ നിന്ന് ചുമട് ഇറക്കി വയ്ക്കാൻ അവൻ സഹായിച്ചു. ഒറ്റ കൈയിൽ അത് തൂക്കി എടുത്ത് അവൻ ടെൻറ്റിലേക്ക് കൊണ്ടുപോയി. നരേന്ദ്രൻ വിയർത്തു നനഞ്ഞ ഷർട്ടിൻ്റെ കുടുക്കഴിച്ചു. ഇതാണ് നമ്മുടെ സങ്കേതം, തങ്കച്ചൻ പറഞ്ഞു. നരേന്ദ്രൻ ചുറ്റുപാടുകൾ നോക്കി. ആ കാണുന്ന മലങ്കെട്ടിനപ്പുറത്താണ് മറയൂർ, കുഞ്ഞുമോൻ പറഞ്ഞു. ആ വീടുകൾ കാണുന്നതോ? കാണുമ്പോൾ അടുത്താണെന്ന് തോന്നുമെങ്കിലും 10-20 മൈൽ അകലെയാ അത്. മഞ്ഞപ്പെട്ടി ആദിവാസി കോളനിയാ. തമിഴന്മാരാ അവിടെ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ അതിരേലാണ്. കാവേരിയാറിനപ്പുറം തമിഴ്നാട്, ഇപ്പുറം കേരളം, കുഞ്ഞുമോൻ വിശദീകരിച്ചു. ഓരോ കട്ടൻ ചായ കുടിക്കാൻ വാ. ഡാനി നരേന്ദ്രനെ ടെൻറ്റിലേക്ക് ക്ഷണിച്ചു. 1.5 ഉയരത്തിൽ തഴച്ചു നിൽക്കുന്ന പുല്ല്, എഴുകും കമ്പയും തെരുവയും മൺവെട്ടി കൊണ്ട് കുറ്റിസഹിതം കുത്തിമറിച്ച് വാരിക്കൂട്ടി ചുട്ട് കിളച്ച് തടമൊരുക്കി അരിവാകുന്ന ജോലിയായിരുന്നു ആദ്യത്തെ 2 ആഴ്ചയും. അതിരാവിലെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് 3 പേരും പണിക്കിറങ്ങും. ഒരാൾ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനായി ടെൻറ്റിൽ തങ്ങി. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് കുഞ്ഞുമോനാണെങ്കിൽ നാളെ തങ്കച്ചൻ, മറ്റന്നാൾ നരേന്ദ്രൻ. ആദ്യ ദിവസങ്ങളിൽ മൺവെട്ടി നരേന്ദ്രന് വഴങ്ങാത്ത ആയുധമായിരുന്നു. അതവൻ്റെ ഉള്ളം കൈയിൽ ചെറിയ പപ്പടക്കുമിളകൾ സൃഷ്ടിച്ചു. പിന്നീടത് പൊട്ടി തൊലി ഇളകി. ചോറ് വാരിയുണ്ണാൻ പോലും പറ്റാത്ത വേദനയും നീറ്റലും. ആദ്യ ദിവസത്തെ മൺവെട്ടിപ്പണി കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടന്ന നരേന്ദ്രൻ രാവിലെ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ ദേഹം പൊങ്ങുന്നില്ല. 2-ാം ദിവസം അത്ര തന്നെ വേദനയുണ്ടായില്ല. ഇളകി വേദനിച്ച പേശികൾ 4 ദിനം കൊണ്ട് വേണ്ട പോലെ ഉറച്ചു. തൂമ്പാവിടിച്ച് കൈവെള്ള പൊട്ടിയ ഭാഗങ്ങളിൽ തഴമ്പിന് കട്ടിപിടിച്ചു തുടങ്ങി. ഇന്നത്തെ പണി കൊണ്ട് അരിവാകി തീർക്കണമെന്ന വാശിയിലായിരുന്നു 4 പേരും. ഇന്നലെ മുഴുവൻ ഹോസ് വലിക്കുന്ന പണിയായിരുന്നു. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായി മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന കാവേരിയാറ്റിൽ നിന്നാണ് കൃഷിക്ക് വേണ്ടുന്ന ജലസേചനം. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നീളത്തിൽ ഹോസ് പൈപ്പ് വലിച്ച് കൃഷിസ്ഥലം വരെ എത്തിച്ചിരിക്കുന്നു. തടം നനച്ച് അരിവാകുന്ന പണി 6 മണിയോടെ കഴിഞ്ഞു. നരേന്ദ്രൻ ഹോസ് പൈപ്പിനറ്റം തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ച് കുളിക്കുകയായിരുന്നു. താനന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുപോയ കുഞ്ഞുമോൻ്റെ നിലവിളിയാണ് പിന്നീട് കേട്ടത്. തങ്കച്ചൻ അത്താഴമുണ്ടാക്കാനായി ടെൻറ്റിലേക്ക് തിരിച്ചു പോയിരുന്നു. നരേന്ദ്രനും ഡാനിയും കൂടി നിലവിളി കേട്ട ഭാഗത്തേക്ക് ഓടി. കുഞ്ഞുമോൻ പുൽക്കാട് പകഞ്ഞ് ഓടി വരുന്നത് കണ്ടപ്പോൾ 2 പേർക്കും ആശ്വാസമായി. എന്താടാ കുഞ്ഞുമോനെ? ഡാനി വിളിച്ചു ചോദിച്ചു. പട്ടിപ്പുലി. കുഞ്ഞുമോന് ശ്വാസം കിട്ടുന്നില്ല. എവിടെ? കുറച്ചകലെ പുൽക്കാട്ടിലേക്ക് കുഞ്ഞുമോൻ കൈ ചൂണ്ടി. എന്നിട്ട് കിതപ്പോടെ സംഭവം വിവരിച്ചു. കേഴയാട് കരയുന്ന ഒച്ച കേട്ട് നോക്കാൻ പോയതാണ് കുഞ്ഞുമോൻ. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ പുല്ലിൽ ചോര കണ്ടു. കുഞ്ഞുമോൻ ഒരു പാറയിടുക്കിലെത്തിയപ്പോൾ തൊട്ടു താഴെ ഒരു പട്ടിപ്പുലി കേഴക്കുഞ്ഞിനെ കടിച്ചു കുടയുന്നു. കുഞ്ഞുമോനെ കണ്ടതും അത് ചീറിക്കൊണ്ട് അയാളുടെ നേർക്ക് ഒറ്റ ചാട്ടം. നീ എന്നാ മണ്ടത്തരോ കാണിച്ചേ? ഡാനി കുഞ്ഞുമോനെ ശാസിച്ചു. നരേന്ദ്രന് ഈ പട്ടിപ്പുലി എന്ന് പറയുന്നത് എന്ത് തരം ജീവിയാണെന്ന് മനസ്സിലായില്ല. ഒരു നായയുടെ വലിപ്പമേ ഉള്ളൂ അതിന്, ഡാനി പറഞ്ഞു. പക്ഷേ ഒറ്റയ്ക്ക് അതിൻ്റെ മുൻപിൽ ചെന്ന് പെട്ടാൽ അപകടമാണ്, പ്രത്യേകിച്ചും അത് ഇരപിടിക്കുന്ന നേരത്ത്. ഒറ്റ കുതിപ്പിന് നമ്മുടെ കഴുത്തേൽ ഒരു കടി കടിക്കും. പിന്നെ നമ്മൾ ചത്തുവീണ് കഴിഞ്ഞ കടി അയയത്തുള്ളൂ. അവർ ടെൻറ്റിലേക്ക് തിരിച്ചു പോന്നു. രാത്രിയിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞുമോൻ പറഞ്ഞു, ആ നേരത്തെ നമ്മൾ 3 പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മറ്റവനെ ഓടിച്ചിട്ട് കേഴയെ പൊക്കാമായിരുന്നു. 2 ദിവസം കേഴയിറച്ചിയും കൂട്ടി. ആഹാ, ഓർത്തിട്ട് തന്നെ കുഞ്ഞുമോൻ്റെ നാവിൽ വെള്ളം മുറി. ഊവേ, നീ അന്നേരം ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറ്റവന് 2 ദിവസം. ആഹാ, നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ, തങ്കച്ചൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും സ്വർഗത്തിൽ നിന്ന് കരുണനെത്തി. ചീട്ട് കളിക്കാനുള്ള വരവാണ്. രാത്രിയായാൽ ഈ മലമുകളിൽ അതേയുള്ളൂ നേരം പോക്ക്. പാതി അടർന്ന പാവക്കൂൺ പോലെയുള്ള വലിയൊരു പാറക്കെട്ടാണ് സ്വർഗം. പരിചയമില്ലാത്തവർക്ക് അതിൻ്റെ മുകളിലെത്തണമെങ്കിൽ ഒന്നുകിൽ വടം കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഏണി വെക്കണം. എന്നാൽ കരുണൻ ഒരു ചിമ്പാൻസിയെപ്പോലെ
കുഞ്ഞുമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുഷ്പം പോലെ ആ പാറക്കെട്ടിന് മുകളിൽ കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യും. പാറക്കെട്ടിന് മുകളിൽ 1/2 ഏക്കറോളം മണ്ണുണ്ട്. 100 ചെടി ഈസി ആയിട്ട് നടാം. റെയ്ഡിന് വരുന്നവർക്ക് അത്ര എളുപ്പം മുകളിൽ കയറി വെട്ടി തീയിട്ട് നശിപ്പിക്കാനും കഴിയില്ല. കരുണൻ്റെ സ്വന്തമാണ് സ്വർഗം. മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ചവർ ചീട്ടുകളിയിൽ മുഴുകി. അത് മുഷിഞ്ഞപ്പോൾ ബീഡിയും വലിച്ച് വർത്തമാനം പറഞ്ഞവർ വെറുതെ ടെൻറ്റിലിരുന്നു. ഇത്തവണത്തെ കൃഷി കൂടി കിട്ടിയാൽ ഞാൻ ഈ പരിപാടി നിർത്തും, കരുണൻ പറഞ്ഞു. നിനക്ക് കഴിഞ്ഞ കൊല്ലവും കിട്ടിയതല്ലേ? തങ്കച്ചൻ ചോദിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ കൃഷി പെങ്ങളെ കെട്ടിക്കാൻ തികഞ്ഞില്ല. എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ, വീട് വെക്കണ്ടേ? നരേന്ദ്രന് കരുണനെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. നേരവാ നേരവോ എന്ന പ്രകൃതം, ജീവിതത്തോട് എന്തെന്നില്ലാത്ത സ്നേഹം, പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നുപോലും ഒരു കൈ പൊരുതി നോക്കാനുള്ള ധൈര്യം, ഇച്ഛാശക്തി. ചെയ്യാത്ത ജോലികളില്ല നരേന്ദ്ര. ഒരിടത്തും രക്ഷപ്പെട്ടില്ല. ഒടുക്കം കള്ളവാറ്റ് തുടങ്ങി. ചെറിയ തോതിൽ പോലീസ് പിടിച്ച് ക്ലീനായിട്ടങ്ങ് പെരുമാറി. തല്ലിയോ? തല്ലുകൊള്ളുന്നെങ്കിൽ ഫോറസ്റ്റുകാരുടെ തല്ലുകൊള്ളണം. ആഹാ, കുഞ്ഞുമോൻ പറഞ്ഞു. അവനത് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുമോൻ മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ഫോറസ്റ്റുകാരുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഫോറസ്റ്റുകാർക്കൊരു ഗുണമുണ്ട്, തല്ലത്തേ ഉള്ളൂ, കേസാക്കത്തില്ല. കേസാക്കിയാൽ അവന്മാർക്ക് പുറകെ നടക്കണ്ടേ? തല്ലി ഒരു പരുവമാക്കിയിട്ട് വിട്ടേക്കും. തമിഴ്നാട്ടിലെ ഫോറസ്റ്റുകാരോ? പലവട്ടം കേട്ടതാണെങ്കിലും കുഞ്ഞുമോൻ്റെ പറച്ചിൽ കേൾക്കാനുള്ള രസം ഓർത്ത് തങ്കച്ചൻ ചോദിച്ചു. അവന്മാർ ഭയങ്കര ഡീസൻ്റാ, തല്ലത്തില്ല. കാണുന്നിടത്ത് വെച്ച് തോക്കെടുത്ത് ഒറ്റ വെടിയാ. ശവം വലിച്ച് വല്ല കൊക്കയിലും എറിഞ്ഞോളും. പരമസുഖം, ഒന്നും അറിയണ്ട. മറയൂരിൽ ചന്ദനം ചുമക്കാൻ പോയ കഥയും കുഞ്ഞുമോൻ പറഞ്ഞു. 25 കിലോ ചന്ദനമുട്ടി കെട്ടി ഭദ്രമാക്കി നമ്മുടെ തലയിൽ വെച്ച് തരും. രാത്രി മുഴുവൻ ആനക്കാട്ടി കൂടെ പാണ്ടിപ്പെട്ടി വരെ നടക്കണം. കുറ്റിയിരുട്ട്. ഫോറസ്റ്റ് പട്രോള്, ആന, അട്ട. വെളുപ്പാങ്കാലത്ത് ചരക്ക് പാണ്ടിപ്പെട്ടിയിൽ എത്തിച്ചാൽ അവന്മാർ 1000 രൂപ എടുത്ത് കയ്യിൽ തരും. ഒരു രാത്രിയിലെ പണിയല്ലേ ഉള്ളൂ. എന്നിട്ട് തലയിലും ദേഹത്തും ചന്ദനം മണക്കാതിരിക്കാൻ വാരസോപ്പിട്ട് കുളിക്കും. എന്നാലും കാണും മണം, സെൻ്റടിച്ച പോലെ. പിന്നെ നീ ഈ പണി നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് കൂടി പറ, തങ്കച്ചൻ പ്രോത്സാഹിപ്പിച്ചു. ഒരു രാത്രിയിൽ ഞങ്ങളങ്ങനെ തലയിൽ ചന്ദനച്ചുമടുമായിട്ട് മറയൂരിൽ നിന്ന് പാണ്ടിപ്പെട്ടിക്ക് പോകുക. ഞാനും മണിമല രാജു, പിന്നെ 2-3 പാണ്ടിക്കാരും. അതെൻ്റെ ഉടുക്കലത്തെ ചന്ദനം ചുമക്കലാണെന്നൊന്നും അപ്പോൾ അറിയത്തില്ല. ആനക്കാട്ടിൽ വെച്ച് ഓർക്കാപ്പുറത്ത് ഫോറസ്റ്റുകാരുടെ മുമ്പിൽ ചെന്നുപെട്ടു. അവന്മാർക്ക് തോക്കു ചൂണ്ടാൻ സമയം കിട്ടുന്നതിന് മുന്നേ ലൈറ്റും കെടുത്തി ചന്ദനച്ചുമടും താഴെയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. എതിലെയൊക്കെ ഓടിയെന്നൊന്നും ഒരു പിടിയുമില്ല. അവസാനം ശ്വാസം പോലും കിട്ടാതെ ഓട്ടം നിർത്തുമ്പം രാജു കൊണ്ട് എൻ്റെ പുറകെ. മറ്റുള്ളവർക്ക് എന്തു പറ്റിയെന്നൊന്നും അറിയത്തില്ല. 2 വെടിവെച്ച കേട്ടെന്ന് രാജു പറഞ്ഞു. ആഹാ, എന്നിട്ട്? ഏതാ ദിക്കെന്ന് പോലും അറിയാൻ മേലല്ലോ. കാടല്ലേ, പാതിരാ കഴിഞ്ഞു കാണും. കയ്യിലൊരു പെൺടോർച്ച് മാത്രമുണ്ട്. നേരം വെളുക്കാതെ എങ്ങോട്ടും പോകാൻ മേല. ചന്ദനമുട്ടി തലയിൽ കയറ്റാൻ നേരത്ത് 2 എണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു. വാറ്റ ഒരു ധൈര്യത്തിന്. അതും ഓട്ടത്തിൻ്റെ ക്ഷീണം കൂടി ആയപ്പോൾ മരത്തേൽ ചാരിയിരുന്ന് തൂങ്ങിപ്പോയി. ഒരു ഭയങ്കര ഒച്ച കേട്ട് ഞെട്ടി എഴുന്നേറ്റു. രാജുവിൻ്റെ നിലവിളിയും കേൾക്കാൻ മുകളിന്ന്. ഇവനെപ്പോഴാണ് മരത്തേൽ കയറിയതെന്നോർത്ത് ഞാൻ അന്തം വിട്ട് പെൺടോർച്ച് തെളിച്ചു. നോക്കുമ്പോൾ ആകാശത്ത് കയ്യും കാലും ഇട്ട് അടിക്കുക രാജു. മുമ്പിൽ നിൽക്കുന്നത് കാട്ടാനയാണെന്നും രാജുവിനെ തുമ്പിക്കൈയാൽ ചുറ്റിയെടുത്ത് പൊക്കിപ്പിടിച്ചിരിക്കുകയാണെന്നും പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ലൈറ്റ് തന്നെ കെട്ടുപോയി. പിന്നെ നിലത്തെന്തോ ആഞ്ഞടിക്കുന്ന ഒരൊച്ച കേട്ടു. അതോടെ നിലവിളി തീർന്നു. അവിടുന്ന് ഞാൻ ഓടിയ ഓട്ടം 3-ാം പക്കം ബോഡിമെട്ടിൽ വന്നിട്ടാണ് നിർത്തിയത്. മണ്ണെണ്ണ വിളക്കിൻ്റെ നാളത്തിൽ പറന്നതാണ് ഒരു ഈച്ച ചെറുതായി പൊട്ടിത്തെറിച്ചു. അല്പം കഴിഞ്ഞ് കുഞ്ഞുമോൻ പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ ചന്ദനം ചുമക്കാൻ പോയിട്ടില്ല. രാജുവിൻ്റെ കാര്യം നരേന്ദ്രൻ ഉദ്യോഗത്തോടെ തിരക്കി. അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും വീട്ടിലൊന്ന് അറിയിക്കേണ്ടായിരുന്നോ? എന്നതാ നരേന്ദ്ര ഈ പറയുന്നേ? ഞങ്ങൾ ചന്ദനം ചുമക്കാൻ പോയപ്പോൾ ആന പിടിച്ചെന്ന് ചെന്ന് പറയണോ ഞാൻ? ഒന്നാമത് അവൻ്റെ വീട് അറിയത്തില്ല. അറിഞ്ഞാലും ഞാൻ ചെന്ന് പറയുമോ? പിന്നെ ഞാൻ പിറകെ കേസായിട്ടും കോടതിയായിട്ടും തൂങ്ങണ്ടേ? കുഞ്ഞുമോൻ ഒരു ബീഡി കൊളുത്തി. ബീഡിക്കൂടിനുള്ളിൽ നിന്നും കരുണനും നല്ലൊരു ബീഡി തിരഞ്ഞെടുത്തു. അറ്റം ഞെരടി തീ പിടിപ്പിച്ചു. എനിക്കതിൽ പിന്നെ കുഞ്ഞും ചന്ദനത്തിൻ്റെ മണം കേൾക്കാൻ മേല. അപ്പോഴോർമ്മ വരും അവൻ്റെ കാര്യം. കുഞ്ഞുമോൻ മുള പൊട്ടിച്ച് നിരത്തിയ തട്ടിനു മീതെയുള്ള ചാക്കുവിരിയിലേക്ക് മലർന്നു കിടന്നു. ശാന്തമ്മ വീട്ടിൽ വന്ന് കയറുമ്പോൾ സന്ധ്യ കഴിഞ്ഞു. എവിടേക്ക് പോയാലും ആദ്യയോടെയാണ് തിരികെ വീട്ടിലെത്തുന്നത്. പ്രായം തികഞ്ഞ 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത്. ചുറ്റും ശത്രുക്കളും. അമ്മയുടെ വിളറിയ മുഖം കണ്ടപ്പോഴേ വിനീതയ്ക്ക് കാര്യം മനസ്സിലായി. വെറും കൈയോടെയാണ് മടങ്ങി വന്നിരിക്കുന്നത്. അവരെന്തു പറഞ്ഞു അമ്മേ? അവൾ പ്രതീക്ഷയൊന്നുമില്ലാതെ ചോദിച്ചു. ഇനി പൈസയൊന്നും തരാൻ നിവൃത്തിയില്ലെന്ന്.
ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണ്, കൂട്ടുകാരിയെപ്പോലെയാണ്, ആപത്ത് നേരത്ത് സഹായിക്കുന്നവളാണ് എന്നൊക്കെ അമ്മ കൂടെ കൂടെ പറയുമായിരുന്നല്ലോ. ഇപ്പോഴെന്തു പറ്റി? അവർ സഹായിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? സഹായം ഓരോ തവണയും അമ്മ ചെന്ന് കൈ നീട്ടുമ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ നമ്മുടെ വിഷമവും സങ്കടം അറിഞ്ഞ് തന്നിട്ടുണ്ടോ ഇന്നേ വരെ? അതും നമ്മുടെ ഏറ്റവും വലിയ ആപത്ത് നേരത്ത്. തരുന്നതല്ലേ മോളെ വാങ്ങാൻ പറ്റൂ. എന്നിട്ട് ഇത്തവണ അവർ കൈയൊഴിയുകയും ചെയ്തില്ലേ? അമ്മ എന്തെല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്ന കാലത്ത് അനുജത്തിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കൈ നിറച്ച് സമ്മാനങ്ങളുമായിട്ടല്ലേ അമ്മ ആ വീട്ടിലോട്ട് ചെന്നിട്ടുള്ളൂ. അനുജത്തിയുടെ മകളുടെ കല്യാണം, പ്രസവം, ചോറൂണ്, അങ്ങനെ എന്തെല്ലാം കാരണങ്ങളുണ്ടായിരുന്നു അമ്മയ്ക്ക് അന്നൊക്കെ പറയാൻ. കൊടുത്തതിൻ്റെ 100-ലൊന്നും അവർ തിരിച്ചു തന്നോ? മകൾ പറയുന്നത് സത്യമാണെന്ന് ശാന്തമ്മയ്ക്കറിയാം. പക്ഷേ അതൊന്നും ഇപ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. ഓണത്തിന് ഇനി 3 ദിവസം. കയ്യിൽ 10 രൂപ തികച്ചെടുക്കാനില്ല. ഓണം ആഘോഷിക്കണമെന്ന് ആർക്കുമില്ല ആഗ്രഹം. ആഘോഷങ്ങൾ ജീവിതത്തിൻ്റെ പടിയിറങ്ങിപ്പോയിട്ട് വർഷങ്ങളാകുന്നു. ആഘോഷിച്ചില്ലെങ്കിലും ഓണത്തിന് പട്ടിണി കിടക്കാതിരിക്കണമല്ലോ എന്ന് കരുതിയാണ് സഹായാഭ്യർത്ഥനയുമായി അനുജത്തിയെ കാണാൻ പോയത്. എന്ത് ചെയ്യണമെന്ന് ശാന്തമ്മയ്ക്ക് ഒരു നിശ്ചയവുമില്ല. ഈ അപമാനവും സഹിച്ച് തീയും തിന്ന് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഓരോരുത്തർക്ക് അതിന് സമ്മതമല്ല. ശാന്തമ്മ ഉൾക്കിടിലത്തോടെ വിനീതയെ നോക്കി. ഇത് പലവട്ടം ആലോചിച്ചിട്ടുള്ളതാണ്. രാജിമോൾക്കാണ് വിസമ്മതം. അവൾക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. തങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കാൻ കാത്തിരിക്കുകയാണവൾ. ഇങ്ങനെ കുറേ നാളും കൂടി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ശാന്തമ്മയ്ക്ക് ഉത്തരമില്ല. അവർ കണ്ണു തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. വാതിലടച്ച് ലൈറ്റും കെടുത്തി കിടക്കാൻ നോക്കടി, വിനീത രാജുമോളോട് കൽപ്പിച്ചു. വയറ്റിൽ കിടന്ന് മുരളുന്ന വിശപ്പിനെ പ്രതീക്ഷ കൊണ്ട് ശാസിച്ച് കാത്തിരിക്കുകയായിരുന്നു രാജുമോൾ ഇതുവരെ. ഇന്ന് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ ഇന്നിൻ്റെ ആവർത്തനം തന്നെ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. രാജി വാതിലടച്ച ശേഷം പോയി കിടന്നു. വിനീതയാണ് ലൈറ്റ് അണച്ചത്. അവളും കിടന്നതേയുള്ളൂ. വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ടു. വിനീത പിടഞ്ഞെണീറ്റു. കാതോർത്ത് അല്പനേരം ഇരുന്നു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ ജലനിനരികെ ചെന്ന് വീണ്ടും വാതിലിൽ തട്ടുന്ന ശബ്ദം. ആരാ? അവൾ ചോദിച്ചു. ഞാനാ, നരേന്ദ്രൻ. വെളിച്ചമില്ലാത്ത വെറാന്തയിൽ നിന്ന് മറുപടി വന്നു. വിനീത ശാന്തമ്മ കിടക്കുന്നിടത്തേക്ക് ചെന്നിട്ട് ഒച്ച താഴ്ത്തി പറഞ്ഞു. അമ്മേ, ദേ അയാൾ വന്നിരിക്കുന്നു. ഇന്നാൾ ജയിലിൽ നിന്ന് അച്ഛൻ്റെ കത്തും കൊണ്ട് വന്നയാൾ. ശാന്തമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. നരേന്ദ്രൻ്റെ മുഖത്തേക്ക് വെളിച്ചം വീണു. എന്താ ഈ രാത്രിയിൽ? എനിക്ക് രാത്രിയാ സൗകര്യം, വരാനും പോകാനും. ഇത് പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാ. ഇനി നാട്ടുകാരെ കൊണ്ട് വേണ്ടാത്തത് പറയിക്കണോ? ശാന്തമ്മയുടെ സ്വരത്തിൽ നൈരാശ്യവും അരിശവും ഉണ്ടായിരുന്നു. ഈ ജനലിൻ്റെയൊക്കെ ചില്ല് എങ്ങനെ പൊട്ടിയതാ? അത് എറിഞ്ഞു പൊട്ടിച്ചതാ. ആര്? ശത്രുക്കൾ. നാട്ടുകാർ തടഞ്ഞോ? ഇല്ല. വേണമെങ്കിൽ തടയായിരുന്നു, ഇല്ലേ? അവർ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. നാട്ടുകാർ ചെലവിന് തരികയോ കേസ് കാര്യത്തിൽ സഹായിക്കുകയോ ചെയ്തായിരുന്നോ? ഇല്ല. ഒന്നും വേണ്ട. അവർ തന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് വല്ലതുമുണ്ടോ കയ്യിൽ? പരിഹാസമാണെന്ന് ഇപ്പോൾ മാത്രമേ ശാന്തമ്മയ്ക്ക് മനസ്സിലായുള്ളൂ. ഇല്ലല്ലോ, ഞാനേ ഒരുപാട് ദൂരേന്ന് വരികയാ. നടന്നും വണ്ടിയിൽ കയറിയും ഇറങ്ങിയും എനിക്കിപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ സൗകര്യത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല. ആദ്യം എൻ്റെ സൗകര്യം നോക്കും, പിന്നെ നിങ്ങളുടെ. നാട്ടുകാരുടെ സൗകര്യം അവർ നോക്കട്ടെ. നരേന്ദ്രൻ വാതിൽ കടന്ന് അകത്തേക്ക് കയറി. വാതിലടയ്ക്കണ്ട, തുറന്നു കിടന്നോട്ടെ. നരേന്ദ്രൻ ബെഞ്ചിലിരുന്നു. വിനീത അകത്തെ വാതിലിൻ്റെ കട്ടിളയിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. രാജിമോൾ അവൾക്കരികിലായി നിലയുറപ്പിച്ചു. പിന്നെ സുഗതൻ ചേട്ടൻ്റെ എഴുത്തു വല്ലതും വന്നോ? നരേന്ദ്രൻ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ ജയിലിലോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതണം. ജയിലിൽ കിടക്കുന്നവർക്ക് വരം കിട്ടുന്ന പോലെയാ ഓരോ എഴുത്തും. ഉടനെ എങ്ങാനും ചേട്ടനെ കാണാൻ പോകുന്നുണ്ടോ? ഉടനെ ഇല്ല, കാശില്ലാഞ്ഞിട്ടാ. കാശുണ്ടാകുമ്പോൾ പോകും. ഇപ്പോഴെന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല? വെറുതെ വല്ലപ്പോഴും വന്ന് അന്വേഷിക്കണമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. നരേന്ദ്രൻ ഒരു ബീഡി എടുത്ത് ചുണ്ടത്ത് വെച്ചു. അത് കൊളുത്തണോ വേണ്ടയോ എന്ന് സംശയിച്ചിട്ട് തിരികെ എടുത്ത് കൈവിരലുകൾക്കിടയിൽ പിടിച്ചു. കുടിക്കാൻ എന്താ ഉള്ളത്? കട്ടൻ കാപ്പിയോ ചായയോ? ഞങ്ങൾ കിടക്കാൻ പോകുമായിരുന്നു. ശാന്തമ്മ ലേശം വല്ലായ്മയോടെ പറഞ്ഞു. അതിനുള്ള സമയമായില്ലല്ലോ. 7-7:30 ആയുള്ളൂ. ഞങ്ങളിവിടെ നേരത്തെ കിടക്കും. പലതരത്തിലുള്ള പേടികൾ ഉള്ളതുകൊണ്ടാ. എന്നാലും അത്താഴം കഴിഞ്ഞ് കാണില്ലല്ലോ. ചൂട് കഞ്ഞിവെള്ളമായാലും മതി. അതും കഴിഞ്ഞു. നരേന്ദ്രൻ ശാന്തമ്മയെയും വിനീതയെയും രാജുമോളെയും മാറി മാറി നോക്കി. കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതിനേക്കാൾ വിളർച്ചയുണ്ടെന്ന് തോന്നി. നന്നേ ക്ഷീണിതരാണ് 3 പേരും. അവൻ എഴുന്നേറ്റു. എനിക്ക് വീടൊക്കെ ഒന്ന് കാണണം. സുഗതൻ ചേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, വീടിന് കേടുപാടും വല്ലതും ഉണ്ടോയെന്ന് നോക്കണമെന്ന്. 3 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടല്ലേ. വാതിലിനൊന്നും വേണ്ടത്ര ബലമില്ലെങ്കിൽ പുതിയ സാക്ഷയോ ഓടാമ്പലോ ഘടിപ്പിക്കണം.
ചുറ്റും ശത്രുക്കളാണെന്നല്ലേ പറഞ്ഞത്? നരേന്ദ്രൻ അടുത്ത മുറിയിലേക്കുള്ള വാതിൽ കടക്കാൻ ഭാവിച്ചപ്പോൾ വിനീത മാറി നിന്നു. നരേന്ദ്രൻ അവരുടെ കിടപ്പുമുറിയുടെ വാതിലും ജനലും നോക്കി. പിന്നെ അടുക്കളയിൽ കടന്നു. അടുപ്പിൽ ഇന്നേ ദിവസം തീ പൂട്ടിയ ലക്ഷണമില്ല. കോൺക്രീറ്റ് സ്ലാബിൽ വെച്ചിരുന്ന അലുമിനിയം സ്റ്റീൽ ചെരുവങ്ങളുടെ മൂടി അയാൾ തുറന്നു നോക്കി. എല്ലാം കമിഴ്ത്തി വെച്ചിരിക്കുന്നു. അടുക്കളയിലെ ഭിത്തിയലമാരിയുടെ അടുത്തട്ടിൽ വെച്ചിരുന്ന അരിപ്പാത്രവും മറ്റും നരേന്ദ്രൻ നോക്കി. അരിപ്പാത്രത്തിൽ ഒരു മണി അരി പോലുമില്ല. ഒരു നാഴി അതിൻ്റെ ചൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു. പഞ്ചസാരയുടെയും ചായപ്പൊടിയുടെയും ടിന്നുകൾ ശൂന്യമായിരുന്നു. കട്ടൻ കാപ്പി ഇടാനുള്ള പൊടി മാത്രം ഒരു ടിന്നിൽ അല്പം ശേഷിച്ചിട്ടുണ്ട്. ഒരു അലുമിനിയക്കലത്തിലും ചുവന്ന പ്ലാസ്റ്റിക് ബക്കറ്റിലും നിറയെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വീടായാൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് നരേന്ദ്രന് അറിയാം. ഒരു മുറി തേങ്ങ പോലുമില്ല. അയാൾ തിരികെ ഇരിപ്പുമുറിയിൽ വന്നു. വീട് ഉഗ്രൻ. വാതിലുകൾക്കെല്ലാം നല്ല ബലമുണ്ട്. ജനലുകളെല്ലാം ചില്ല് പൊട്ടിയിട്ടുണ്ട്. അത് മാറിയിട്ടിട്ടും കാര്യമില്ല. ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ടല്ലോ. അവൻ വരാന്തയിലേക്ക് ഇറങ്ങി. വാതിലടയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആരും ഉറങ്ങിയേക്കരുത്. ഞാൻ ഉടനെ തിരിച്ചു വരും. അവൻ പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അമ്മയ്ക്കും പെൺമക്കൾക്കും മനസ്സിലായില്ല. ഇതൊരു ദുസ്വാതന്ത്ര്യമല്ലേ അമ്മേ? വിനീത ചോദിച്ചു. അയാൾക്ക് അച്ഛനെ പരിചയമുണ്ടായിരിക്കാം. അച്ഛൻ്റെ ശുദ്ധഗതി കൊണ്ട് ഇടയ്ക്കിടെ നമ്മളെ വന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അയാൾ വീടും കുടുംബവും ബന്ധുക്കളും ഒന്നും ഇല്ലാത്തവനും അനാഥനുമായിരിക്കും. പക്ഷേ നമ്മളോടെന്തു ബന്ധം? ശാന്തമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അരമണിക്കൂറിനുള്ളിൽ നരേന്ദ്രൻ തിരിച്ചെത്തി. അയാളുടെ കൈവശം ഒരു സഞ്ചി നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് അടുക്കളയിലോട്ട് വെച്ചേക്ക്. നരേന്ദ്രൻ സഞ്ചി ശാന്തമ്മയുടെ നേർക്ക് നീട്ടി. എന്താ ഇതൊക്കെ? കുറച്ച് അരിയും സാധനങ്ങളും. ഞങ്ങൾ അഭിമാനമുള്ളവരാ, അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി പിച്ച തെണ്ടുമായിരുന്നല്ലോ. നിങ്ങൾ അഭിമാനമുള്ളവരാണെന്ന് സുഗതൻ ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ശാന്തമ്മ മടിച്ച് വിനീതയെ നോക്കി. നരേന്ദ്രൻ്റെ നോട്ടവും അവളുടെ മേൽ വീണു. നിങ്ങളെ ആരെങ്കിലും സഹായിച്ചേ പറ്റൂ. അത് ഞാനായിക്കോട്ടെ. എനിക്കാണല്ലോ അമ്മയും കൂടപ്പുറപ്പുകളും ഇല്ലാത്തത്. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കെന്തു ബാധ്യതയാണുള്ളത്? വിനീത ചൊടിച്ചു. ചെറുപ്പക്കാരായ രണ്ട് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ള ആകർഷണവും അതിനപ്പുറത്തുള്ള കണക്കുകൂട്ടലും മാത്രമല്ലേ ഉള്ളൂ. നരേന്ദ്രൻ്റെ കണ്ണുകൾ ചെറുതായി. ഒരു തരം നിന്ന കൊണ്ട് അവൻ്റെ ചുണ്ടുകൂടി. നിന്നേക്കാൾ ജഗജില്ലിയായ ഉരുപ്പടി എൻ്റെ കൈരേഖയിൽ കൂടി കയറി മറിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് എന്നെ ഒടുവിൽ ഈ നിലയിലെത്തിച്ചത്. പിന്നെ ബാധ്യതയെക്കുറിച്ച് പറഞ്ഞല്ലോ. സുഗതൻ ചേട്ടനാണ് ശവം പോലെ കിടന്ന് എൻ്റെ ശരീരത്തിലും മനസ്സിലും ജീവൻ ഊതി കത്തിച്ചത്. ആ കടപ്പാട് ഞാൻ മറക്കില്ല. അവൻ സഞ്ചിയിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു. ഇത് ഞാൻ എത്ര സമയം നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കണം? ശാന്തമ്മ വീണ്ടും വിനീതയെ നോക്കി. വിനീത മുന്നോട്ട് വന്ന് അവൻ്റെ കയ്യിലിരുന്ന സഞ്ചി പിടിച്ചെടുത്തു. ആരോടോ ദേഷ്യം തീർക്കും പോലെ അവൾ സഞ്ചിയുമായി അടുക്കളയിലേക്ക് പോയി. രാജമോളിങ്ങ് വാ, നരേന്ദ്രൻ വിളിച്ചു. അവൾ പേടിയോടെ തിരിഞ്ഞ് അടുക്കളയിലേക്ക് നോക്കി. ഇവിടെ വരാൻ പറഞ്ഞാൽ വന്നോളണം. നരേന്ദ്രൻ ഒച്ചയെടുത്തു. പതറിപ്പോയ രാജിമോൾ അവൻ്റെ സമീപത്തേക്ക് നീങ്ങി. ഇടത് കൈയിലിരുന്ന പ്ലാസ്റ്റിക് കവർ അവളുടെ നേർക്ക് നീട്ടിയിട്ട് നരേന്ദ്രൻ പറഞ്ഞു. നിന്റെ ചേട്ടനല്ലേ വിളിക്കുന്നത്? പിന്നെ എന്താ ഇത്ര മടി? ഇതങ്ങോട്ട് പിടിക്ക്. അവൻ്റെ ആജ്ഞാസ്വരത്തിൽ ചകിതയായ അവൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് കോഡ് വാങ്ങി. കുറച്ച് പൊറോട്ടയും കറിയുമാ, കൂടാതെ ബ്രെഡും പഴവുമുണ്ട്. അതൊക്കെ പെട്ടെന്ന് വിളമ്പിയാൽ എനിക്കും കൂടി വല്ലതും കഴിച്ചിട്ട് പോകാം. അമ്മയെ ഒന്ന് നോക്കിയിട്ട് രാജിമോൾ അടുക്കളയിലേക്ക് പോയി. ആ വീടിന് ഊണുമുറി ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ തന്നെ ബെഞ്ചും ഡെസ്കും ഇട്ടിരിക്കുകയാണ്. അതിൽ കുറേ ടിന്നുകളും ഗ്ലാസുകളും പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ വിനീത പാരിഷ്യത്തോടെ ശാന്തമ്മയോട് പറയുന്നത് നരേന്ദ്രൻ കേട്ടു. അയാളോട് പറ ഭക്ഷണം എടുത്തു വെച്ചെന്ന്. ശാന്തമ്മ അവൻ്റെ പിന്നിൽ വന്നു നിന്ന് മുരടനക്കി. അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ കേട്ടു, വരാം. കൂസലൊന്നുമില്ലാതെ അവൻ അടുക്കളയിലേക്ക് ചെന്നു. ബെഞ്ചിലിരുന്നു. അവൻ്റെ മുമ്പിൽ പ്ലേറ്റിൽ പൊറോട്ടയും കറിയും ബ്രെഡും പഴങ്ങളും എടുത്തു വെച്ചിരുന്നു. നിങ്ങളാരും കഴിക്കുന്നില്ലേ? കഴിച്ചോളാം, വിനീത പറഞ്ഞു. എല്ലാവർക്കും കൂടി ഒന്നിച്ചിരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ ഇവിടെ. പിന്നെന്താ? അന്യരുടെ ഒപ്പം ഞങ്ങൾ ഇരിക്കാറില്ല, വിനീത പറഞ്ഞു. ഞാൻ അന്യനാണോ? ഇത് കണ്ടോ എൻ്റെ കൈപ്പത്തി? അവൻ കൈപ്പടം വിടർത്തി കാട്ടി. പുഷ്പാർച്ചന നടത്തുന്ന പൂജാരിയുടെ കൈ പോലിരുന്നു മല കയറുന്നതിന് മുമ്പ്. ഇപ്പോൾ കരിങ്കല്ലുടിക്കുന്നവരുടെ കൈ പോലെ. കൈവെള്ള പൊട്ടിയുണ്ടായ തഴമ്പ മുഴുവൻ. അങ്ങനെ ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഇതൊക്കെ വാങ്ങിത്തന്ന ഞാൻ അന്യനാണോ? രാജിമോളെ, കൈ കഴുകിയിട്ട് വാ. അവളൊന്നും മിണ്ടാതെ അനുസരിച്ചു. അവളുടെ ഉള്ളിൽ വിശപ്പ് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരുന്നു. അമ്മയ്ക്കാണോ ഇനി കുറച്ചിൽ? നരേന്ദ്രൻ ചോദിച്ചു. ശാന്തമ്മയും കൈ കഴുകി വന്നു. നരേന്ദ്രൻ വിനീതയെ നോക്കി. ഇനി നിന്റെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നിരുത്തണോ ഞാൻ? ആരോ അടിച്ചേൽപ്പിച്ച ജോലി ചെയ്യും പോലെ അവൾ വന്ന് ഭക്ഷണത്തിന് മുന്നിലിരുന്നു. മടിയോടെയാണ് അവൾ കഴിച്ചു തുടങ്ങിയത്. നരേന്ദ്രൻ അത് നോക്കി. പതുക്കെ പതുക്കെ അവൾ വിശപ്പിന് കീഴടങ്ങി.
പാതിയോളം കഴിച്ച ശേഷം അവൾ പെട്ടെന്ന് നിർത്തി. അല്പനേരം അനങ്ങാതിരുന്നു. മുഖം താഴ്ത്തിയിരുന്ന അവളുടെ പ്ലേറ്റിലേക്ക് 2 or 3 കണ്ണീർത്തുള്ളി വീഴുന്നത് നരേന്ദ്രൻ കണ്ടു. വീണ്ടും കഴിക്കാൻ ഭാവിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. നരേന്ദ്രന് വല്ലായ്മ തോന്നി. അവൻ എഴുന്നേറ്റ് പോയി കൈ കഴുകി. പോക്കറ്റിൽ നിന്ന് 1000 രൂപ എണ്ണിയെടുത്ത് ഡെസ്കിന് മീതെ വെച്ചു. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ട, തീണ്ടലുണ്ടല്ലോ. സുഗതൻ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുകയാ. വേണ്ടെങ്കിൽ എടുത്ത് കുപ്പയിലെറിയാം. അവൻ വീണ്ടും കൈപ്പടം നിവർത്തി കാണിച്ചു. കൈവെള്ള പൊട്ടിച്ചുണ്ടാക്കിയ കാശ. വിനീത എന്തു പറയണമെന്നറിയാതെ നിന്നു. പോട്ടെ. വിനീതയെയും രാജുമോളെയും ശാന്തമ്മയെയും നോക്കിയിട്ട് യാത്ര പറയുന്ന മട്ടിൽ അവൻ ശിരസൊന്നനക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. വെളിയിൽ നിന്ന് ആരുടെയൊക്കെയോ ഒച്ച കേട്ട് വിനീത നടുങ്ങി. അലറുന്ന ഒച്ചയിൽ ഒരു തെറിപ്പദം വായുവിലൂടെ ചീറി വന്ന് അവളുടെ കാതിൽ തറച്ചു. പോകല്ലേ, അവൾ പുറകിൽ നിന്ന് നരേന്ദ്രനോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും നരേന്ദ്രൻ വരാന്തയിലെത്തിയിരുന്നു. ഒരു സംഘം ആളുകൾ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് നരേന്ദ്രൻ കണ്ടു. മുറ്റത്തെ വെളിച്ചമില്ലാത്തതിനാൽ ശരിക്ക് കണ്ടുകൂടാ. ഒരു പുരുഷൻ വരാന്തയിലൂടെ നടക്കുന്നത് കണ്ട് ആരോ വിളിച്ചു ചോദിച്ചു, ഏത് പൊല മോനാണടാ അത്? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നോവൽ നാളെ വീണ്ടും തുടരും.